എവിടെയാ കൂടുതൽ പരിസരാന്ന് പറഞ്ഞ ശോശമ്മ ചേച്ചി ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ അല്ലേ? നമ്പർ തന്നേക്കണം കേട്ടോ. 2 പാട്ട് പാടിക്കോട്ടെ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ. ഓക്കേ, റെഡി? There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. Family, presented by Cedar Retail Private Limited, co-presented by ISAP Small Finance Bank. Let's welcome Rivi Tommy onto the stage. Rivi ചേച്ചി എന്തു പറയുന്നു? സുഖമാണോ? റിമി ചേച്ചിക്കുള്ള മൈക്കാണ്. ആദ്യം തന്നെ തൃശ്ശൂരിലെ മാർക്ക് നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇസാഫ് ബാങ്കിന്റെ സെഡാർ പ്രൈവറ്റ് ലിമിറ്റഡ് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു റിമി ടോമിയുടെ നേതൃത്വത്തിലുള്ള എന്റെ നേതൃത്വത്തിലുള്ള പരിപാടിയല്ല കേട്ടോ സാറേ. ഞാനിവിടെ ഇനാഗ്രേഷൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും 2 പാട്ട് പാടാണ്ട് എങ്ങനെ പോകും? പറ്റുമോ പാടാണ്ട്? അതേപോലെ തൃശ്ശൂരിന്റെ മേയർ ഇവിടെ ഇരിപ്പുണ്ട്, തൃശ്ശൂരിന്റെ MLA. മെയിൻ ആയിട്ടും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ഇസാഫ് ബാങ്ക്. പണ്ട് ഞാനും ആ ബാങ്കില് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ പറയാണ് നല്ല പലിശ തരാം, വീണ്ടും ഒന്നും കൂടി ഇട്ടോളാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഫ്രീ ആയിട്ട് തരണോ? അല്ലല്ല, പൈസ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നല്ല പലിശ കുറച്ച് തരാന്ന്. അപ്പൊ ഉടനടി എനിക്ക് പൈസ നന്നായിട്ട് കൂടാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അങ്ങനെ കൂടിയാൽ അടുത്ത നിക്ഷേപം ഇസാഫ് ബാങ്കിന്.
എവിടെയാ കൂടുതൽ പരിസരാന്ന് പറഞ്ഞ ശോശമ്മ ചേച്ചി ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ അല്ലെ, നമ്പർ തന്നേക്കണം കേട്ടോ. അപ്പൊ എന്താ പറയാ, കിടിലം ഫെസ്റ്റ് ആയി കേട്ടോ. ഞാൻ അവിടുന്ന് കയറി വണ്ടി വന്ന് ചുറ്റും എല്ലാ സ്റ്റോളുകളും കണ്ടു. കേരളീയം പരിപാടിയിലും ഉണ്ടായിരുന്നു. കേരളീയം പരിപാടി കേരളം കണ്ട ഒരു ഗംഭീര, ഇതൊരു ഞെട്ടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു തിരുവനന്തപുരത്ത്. ഒരു അമ്മാതിരി എത്ര ദിവസങ്ങളോളം നിന്ന ഒരു എക്സിബിഷൻ ആയിരുന്നു. നാനാഭാഗത്തുനിന്നും, കേരളത്തിന്റെ നാനാഭാഗം തിരുവനന്തപുരത്ത് വന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ ചുമ്മാ ഇനാഗ്രേഷൻ ചെയ്ത ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ഹാർഫെസ്റ്റ് ഫെസ്റ്റിവല് ആദ്യമായിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനി എല്ലാ സ്ഥലത്തും വരട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ ആരും അടുത്തെന്ന് പറഞ്ഞു റീമയുടെ നാക്ക് പൊന്നാവട്ടെ. പക്ഷെ ഇപ്പൊ ഈ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതും ഇത് ഇനി പല സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴും ശരിക്കും ഇസാഫ് ബാങ്കിന് അഭിമാനിക്കാം. അതും ഈ മണ്ണുത്തി എന്ന് പറഞ്ഞ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമൊന്നുമല്ല. 10 വർഷം ഇവിടെ താമസിച്ച ആളാ. പക്ഷെ ഡിവോഴ്സിന് കഴിഞ്ഞ് ആരും പിന്നെ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ മറ്റേ നമ്മുടെ പോൾ തോമസ്, ഞാൻ ഈ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു എന്ന് ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞു കാണിയല്ല. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ താമസിച്ചിടത്തോളം ഏറ്റവും സ്നേഹത്തോടെ അത്രയും ഇഷ്ടപ്പെട്ട് ഇത്രയും തങ്കപ്പെട്ട മനുഷ്യരില്ല എന്ന് പറയണം തൃശ്ശൂർക്കാരൻ. നിങ്ങളുടെ സംസാരം പോലെ തന്നെ അത്ര എന്താ പറയാ, മനസ്സിലൊന്നുമില്ല. എന്നുവെച്ചാൽ തുറന്ന് എന്തുട്ടാ എന്ന് പറഞ്ഞാൽ റിമിയെ എന്നൊക്കെ പറയുമ്പോ ആ നീട്ടൽ പോലെ തന്നെ അവർ ആ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ വായിലൂടെ, അല്ലാണ്ട് മനസ്സിലൊന്നും വെച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ തൃശ്ശൂർകാർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം കേട്ടോ. നല്ല സുന്ദരിയായ അവതാരക വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നു. തൃശ്ശൂർകാരായ ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ആ കീബോർഡിലൂടെ മനസ്സിലായി. ആ ഇഷ്ടം ഒന്നും കൂടെ കാണിച്ചേ. രജതേട്ടൻ 2 പാട്ട് പാടിക്കോട്ടെ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ. ഒരു 2 കിലോ 5 കിലോ വരും ഇത്. താങ്ക് യു കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഞാൻ തന്നെ കൈ പിടിച്ചുകൊണ്ട് കാറിൽ വരെ കൊണ്ടുപോകും. അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുക, എന്റെ കൈ ഓടിയണം. താങ്ക് യു കേട്ടോ. താങ്ക് യു അലോക്. ഷോൾ മാറ്റണേ കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. വലിയ ശരിക്കും പറഞ്ഞ ഗായകരൊക്കെ ഇങ്ങനെ പാടുന്നത് കണ്ടിട്ടില്ലേ? നീവേദിയിൽ എങ്ങനെയായാലോ. തീർച്ചയായും റിമി ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണ്. And here we go, handing over the mic to Rimi Tommy. And നല്ലൊരു കൈയോടുകൂടെ ഒരിക്കൽ കൂടെ റിമി ടോമിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ശ്ലോകം 4 വരി പാടിയിട്ട് 2 പാട്ട് കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം ഇടക്കാല ഗാനത്തിലോട്ടൊന്ന് പോയാലോ? എന്നിട്ട് 2 അടിപൊളി പാട്ടും പാടാം. ഓക്കെ? എന്ത് പറ്റി ഒരു ഷോ ഇത് വെറുതെ അടിപൊളി പാട്ട്. എന്തായാലും ഹാർഫസ്റ്റ് അല്ലേ, അടിച്ചു പൊളിക്കല്ലേ, ഒരു സന്തോഷം കിട്ടാൻ നമ്മൾ എങ്ങനെ പോകണം അല്ലേ? ഓക്കെ, റെഡി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു 2-3 പാട്ടുണ്ട്. കുറച്ച് ലെവൽ വേണം മോണിറ്ററിൽ, കുറച്ച് എഫക്റ്റീവ് വോളിയം, ഓർക്കസ്ട്ര വോളിയം.
പെട്ടെന്നുണ്ട് ഒരു ഗംഭീര കൈയടി. അത്രയും കലാകാരന്മാർ കഴിവുറ്റ ഒരുപാട് കലാ സാംസ്കാരിക നാട് എന്നൊക്കെ പറയുന്നതിൽ വെറുതെ അല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റിമി ചേച്ചി. നമ്മുടെ ഒരു